എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന തക്കാളിച്ചോറാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ തക്കാളിച്ചോറിൻ്റേത്. ഇനി ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല, അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു തക്കാളിച്ചോറ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്കിട്ട് അതിലൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പൊന്നിയരിക്ക് 1 ഗ്ലാസ് പൊന്നിയരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള ക്രമത്തിലാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇതിപ്പോൾ സാധാരണ അരി വെച്ചിട്ടും പച്ചരി വെച്ചും അതുപോലെ ബസ്മതി റൈസ് വെച്ചിട്ടൊക്കെ നമുക്ക് തക്കാളിച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത് നമ്മുടെ ഈ പൊന്നിയരിക്ക് തന്നെയാണ്. അപ്പോൾ തക്കാളിച്ചോറ് റെഡിയാക്കുമ്പോൾ പൊന്നിയരി വെച്ചിട്ട് തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാനിവിടെ അരിയും വെള്ളമൊക്കെ അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 വിസിൽ മതിയാകും. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ തൊലി കളഞ്ഞ് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. കുറച്ച് ചുവന്ന ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുവന്ന ഉള്ളി ഇല്ലയെന്നാണെങ്കിൽ സവാള എടുത്താലും മതി, ഒരു 5 സവാള എടുത്താൽ മതിയാകും. തക്കാളി മീഡിയം സൈസ് തക്കാളിയാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കുറക്കാവുന്നതാണ്. വറ്റൽമുളക് 6 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ എരിവ് കുറഞ്ഞ വറ്റൽമുളകാണ്. അതുപോലെ നമ്മളിതിൽ വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇത് മാത്രമാണ് ഇതിലേക്ക് എരിവിനായിട്ട് ചേർക്കുന്നത്. നേരത്തെ എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ പേസ്റ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറയാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് അതുപോലെ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തീരട്ടെ. പൊട്ടിത്തീരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. നല്ലപോലെ ഇളക്കി അതിൻ്റെ ഒരു കളറ് മാറി വരുന്നത് വരെ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു കളറ് മാറി വരുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വറ്റൽമുളകും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ ഇനി തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഉള്ളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റി തക്കാളി ചോറിൻ്റെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ചോറിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ചോറ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചോറിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചായിട്ട് ചേർക്കുകയാണെങ്കിൽ ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മാത്രമേ നമ്മുടെ തക്കാളി ചോറ് നല്ല ടേസ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. തക്കാളി ചോറ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. താങ്ക്